ജടായുഗതി. സീതാന്വേഷണം പുരോഗമിക്കുമ്പോൾ വഴിയിൽ തേരുടഞ്ഞതിൻ്റെ അവശിഷ്ടവും ആയുധങ്ങൾ മുറിഞ്ഞതിൻ്റെയുമൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നു. അപ്പോഴാണ് അവർ ഘോരരൂപത്തിൽ ജടായുവാണെന്ന് ആദ്യം തിരിച്ചറിയുന്ന പോലുമില്ല പർവ്വതാകാരനായ ജടായുവിനെ കാണുന്നത്. മുറിവേറ്റ ജടായു സീതാദേവിയെ ഒരാൾ തെക്കുഭാഗത്തേക്കാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. തടയാൻ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് തൻ്റെ പക്ഷങ്ങൾ അറുത്തതെന്നും ശ്രീരാമനോട് വിവരങ്ങൾ ധരിപ്പിച്ചതിന് ശേഷമേ താൻ മരിക്കൂ എന്ന് സീതാദേവി അനുഗ്രഹിച്ചതായും അറിയിക്കുന്നു. ശേഷം ജടായു ദേഹത്യാഗം ചെയ്യുകയും ജടായുവിൻ്റെ ശരീരം വിധി പോലെ രാമലക്ഷ്മണന്മാർ സംസ്കരിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള യാത്രയിൽ ഭീകരരൂപത്തോടു കൂടിയ കബന്ധനെ കാണുന്നു. നീളമുള്ള കൈകളും തല ഇരിക്കേണ്ടിടത്ത് വയറും കാലിരിക്കേണ്ടിടത്ത് തലയുമൊക്കെയുള്ള വിചിത്രനായ കബന്ധൻ. കബന്ധൻ്റെ കൈകളിൽ പെട്ടുപോയ ശ്രീരാമൻ അയാളുടെ കൈകൾ അറുക്കുന്നു. ശേഷം കബന്ധൻ തൻ്റെ കഥ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അഹങ്കാരിയായ ഒരു ഗന്ധർവനായിരുന്നു അയാൾ. ഒരിക്കൽ അഷ്ടവക്ര മുനി ശപിച്ചു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് കൈകൾ ഛേദിക്കുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഒരിക്കൽ ഇന്ദ്രദേവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ വജ്രായുധം കൊണ്ട് കബന്ധനെ മുറിവേൽപ്പിച്ചു. പക്ഷേ അയാൾ മരിച്ചില്ല. കാരണം ഒരിക്കൽ ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകിയിട്ടുണ്ട്, ആർക്കും അദ്ദേഹത്തെ വധിക്കാൻ സാധിക്കില്ല എന്ന്. ശാപമോക്ഷം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിക്കണം. ദഹിപ്പിച്ച് ശാപമോക്ഷം നൽകിയാൽ ജാനകിയെ പറ്റിയുള്ള വിവരങ്ങൾ നൽകാമെന്ന് കബന്ധൻ സമ്മതിക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും കബന്ധൻ്റെ ശരീരം ദഹിപ്പിക്കുന്നു. അയാളൊരു ഗന്ധർവനായി മാറുന്നു. അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്നത്, കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ അവിടെ ഒരു മാതംഗാശ്രമം കാണാമെന്നും അവിടെ ശബരി എന്ന നാമധേയത്തിൽ ഒരു തപസ്വിനിയുണ്ട് എന്നും സീതാദേവി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു തരാൻ അവർക്കാകും എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹവും വാങ്ങി ആ ഗന്ധർവൻ മറഞ്ഞു. ശേഷം ശബരിയാശ്രമത്തിലെത്തിയ ശ്രീരാമലക്ഷ്മണന്മാരെ ശബരി ഫലമൂലാദികൾ നൽകി സ്വീകരിക്കുന്നു. വർഷങ്ങളായുള്ള മോക്ഷപ്രാപ്തിക്കു വേണ്ടിയുള്ള തൻ്റെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുമെന്നും ശബരി പറയുന്നു. സീതാദേവിയെ രാവണനാണ് അപഹരിച്ചതെന്നും അവരിപ്പോൾ ലങ്കയിലാണുള്ളതെന്നും ശബരി അറിയിക്കുന്നു. കുറച്ച് തെക്കോട്ട് പോയാൽ പമ്പാ നദിയെ കാണാമെന്നും അത് കഴിഞ്ഞ് ഋഷ്യമൂകാചലം എന്ന പർവ്വതത്തിനടുത്ത് തൻ്റെ സഹോദരനായ ബാലിയെ പേടിച്ച് സുഗ്രീവനും 4 മന്ത്രിമാരുമുണ്ട് എന്നും ബാലിയിൽ നിന്ന് സുഗ്രീവനെ രക്ഷിച്ച് സുഗ്രീവനോട് സഖ്യം ചേർന്നാൽ സീതയെ രക്ഷിക്കുവാനാകുമെന്നും ശബരി അറിയിക്കുന്നു. ശേഷം ശബരി തൻ്റെ ശരീരം വെടിഞ്ഞ് മോക്ഷം പ്രാപിക്കുന്നു. ഇതോടെ ആരണ്യകാണ്ഡം അവസാനിക്കുകയാണ്. കിളിമൊഴി കഥകൾക്ക് വേണ്ടി ഒരിടം.